അറിയാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അറിയാവുന്നവരാരും നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ട് സമയം കളയേണ്ട കാര്യമില്ല. പലർക്കും ഒരു പ്രയാസമുണ്ട്, ഒരു വളവുകൾ കൂടുതലുള്ള സമയത്ത് ഒരു വാഹനം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ വാഹനം രണ്ട് സൈഡ് റോഡുകളുള്ള സമയത്ത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റോഡുകളുള്ള സമയത്ത് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ എവിടെ നോക്കണം, എത്ര സ്റ്റിയറിംഗ് തിരിക്കണം എന്ന് കൃത്യമായിട്ടൊരു ധാരണയില്ല. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് സാറേ കരിങ്കുന്നം ഇടുക്കി ജില്ല. കരിങ്കുന്നം തൊടുപുഴ ഇടുക്കി ജില്ല ആണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയ ആഗ്രഹമാണ്. പക്ഷെങ്കിൽ ഇതുപോലെ ചെറിയ റോഡുകൾ, വളവുകൾ, ക്ലച്ചിന്റെ കൺട്രോൾ, സ്റ്റിയറിംഗിന്റെ ബാലൻസ്, ഒരു വാഹനം ഓടിക്കാൻ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഈ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയുടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ആ ട്രിക്കും ടിപ്സ് ഈ വീഡിയോയുടെ പറഞ്ഞാൽ പോലെ ഞങ്ങൾക്കും അങ്ങ് വണ്ടി ഓടിക്കത്തില്ലായിരുന്നു. ആ ട്രിക്കും ടിപ്സ് എന്താണ് വീഡിയോയുടെ പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്ക് ആയതാണ്. ഒരാടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ലൈവായിട്ട് തന്നെ ചെയ്യുന്നത്. ലൈവ് അല്ലേ സാറേ? ഇത് ലൈവായിട്ട് തന്നെ. കാരണം സാർ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ സാറിന്റെ? ആണോ? അപ്പൊ സാറിനും തോന്നിയിട്ടുണ്ടാകാം ഇതുപോലെ വീഡിയോ കാണുമ്പോ അല്ലേ ആ ട്രിക്കും ടിപ്സും ഈ വീഡിയോയുടെ പറഞ്ഞാൽ പോലെ ഞാനും അങ്ങ് ഓടിക്കത്തില്ലായിരുന്നു. കാരണം പലർക്കും പല പല മിസ്റ്റേക്ക് ആണ്. ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറഞ്ഞാൽ നിങ്ങൾ അത് പ്രകാരം ചെയ്തു നോക്കും. നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയാത്തത്. അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സ് മനസ്സിലാക്കി ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ 99 പേരും ലൈസൻസ് കൊണ്ട് വീഴ്ത്തിയിരിക്കാനുള്ള കാരണം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും എത്ര പേരുടെ പ്രാക്ടീസിന് പോയെന്ന് പറഞ്ഞാലും നമുക്ക് ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്യാതെ വണ്ടി ഓടിക്കാൻ കഴിയും സാറേ? ഇല്ല. എത്ര പ്രാക്ടീസിന് പോയെന്ന് പറഞ്ഞാലും എത്ര ദിവസം പ്രാക്ടീസിന് പോയെന്ന് പറഞ്ഞാലും ആ മിസ്റ്റേക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനിയിപ്പം എത്ര ദിവസം വർഷങ്ങൾ ഇതിന് നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിലും അത് മാത്രം ആ മിസ്റ്റേക്കുകൾ മാത്രം മാറ്റിയാലും വണ്ടി ഓടിക്കാം. അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയാത്തത്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് സ്റ്റിയറിംഗെ പോലും തൊടാതെ ഒരാളെ പോലും സ്റ്റിയറിംഗെ പോലും തൊടാതെ ഞാൻ ഒരു റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിലോ അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടാനോ ബ്രേക്ക് ചവിട്ടാനോ സ്റ്റിയറിംഗ് തിരിക്കാനോ ഞാൻ പറഞ്ഞു സാറേ ഇത് പറയാത്തതിന്റെ കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നും ഈ വാഹനം ഓടിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഒരു 90% വണ്ടി ഓടിക്കുന്നവരായിരിക്കും. ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും ഓടിപ്പിക്കുന്നത്. പലർക്കും ഒരു വണ്ടിയെ കയറുന്ന എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പലർക്കും അറിയാത്തവരുടെ. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർ വീടുകളിൽ ചെല്ലുമ്പോഴും നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്, എന്തെല്ലാം ചെയ്താൽ അവർ വണ്ടി എടുക്കാം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്റെ പല വീഡിയോ നിങ്ങൾ കേട്ട് നോക്കിയാൽ പലരും പല പല രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. നിങ്ങൾ ആ പറയുന്ന പോലെ അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പോലും പറയാനുള്ള കാരണം. ചിലർ പറയും ആദ്യമേ കയറി ഇരിക്കുക, സീറ്റ് കൊണ്ടുക, ക്ലച്ചും ബ്രേക്കിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എടുക്കുക. ചിലർ പറയും കയറി ഇരിക്കുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, മിറർ നോക്കുക, ഗിയർ ഇടുക, ബ്രേക്ക് ചെയ്യുന്ന കാല് മാറ്റി എടുക്കുക. ചിലർ പറയും ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് ഇടുക, ഹാഫ് ക്ലച്ച് കൊണ്ടിരിക്കുക, ബ്രേക്ക് മാറ്റി ആസിഡ് കൊടുക്കുക. ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ പലതുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്യാതെ ഒരു വണ്ടി എടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ മിസ്റ്റേക്കുകൾ മാറ്റി ആ ബേസ് കൊടുത്ത് കൃത്യമായിട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയും വണ്ടി ഓടിപ്പിക്കാനുള്ള കാരണം. അപ്പൊ ഈ വളവുകളിലൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു വളവ് വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വാഹനത്തിന് സ്പീഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോളിൽ നിൽക്കത്തില്ല. അപ്പൊ നമുക്കൊരു നടക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗിയറാ? ഫസ്റ്റും സെക്കൻഡും ആണ്. അപ്പൊ നമ്മൾ വളവുകൾ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലും സെക്കൻഡും ആണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പൊ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ വളവുകൾ കൂടുതലുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞാൽ സ്പീഡ് കൂടുതലാണ് വാഹനത്തിന്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ക്ലച്ചിൽ എടുത്ത് ഓടാതെയും അതുപോലെ തന്നെ ഗിയറുകളെല്ലാം കൂടെ വലിച്ചു വാരി ഇടാതെയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ ഏത് ഗിയറിലാണോ കൺട്രോൾ കിട്ടുക ആ കൺട്രോളിൽ തന്നെ. ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ട ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയാണ് റിവേഴ്സ് എടുക്കുകയാണ്. സാർ തന്നെ റിവേഴ്സ് ഗിയർ ഒക്കെ കൊടുത്തു ഇല്ലേ? റിവേഴ്സ് ഗിയർ കൊടുത്ത് റിവേഴ്സ് എടുക്കുകയാണ് ഇപ്പൊ ഇവിടെ വന്നണ്ട. നമ്മളെ ഏത് സൈഡ് നോക്കിയാണോ പോകുന്നത് ആ സൈഡിലെ മിററിൽ നോക്കി ആ സൈഡ് തന്നെ ചേർത്ത് തന്നെ എടുത്താൽ. ഞാൻ ആ സാറിന്റെ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ട് സാർ ആ മിററിൽ തന്നെ നോക്കി എടുക്കുന്നത് കണ്ടില്ലേ? ആ മിററിൽ തന്നെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മുൻപോട്ട് ഓടിക്കുന്നത് പോലെ തന്നെ റിവേഴ്സും ഓടിക്കാൻ കഴിയും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ പല പല മിററും നോക്കി പലയിടത്തോട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും നമ്മുടെ സൈഡിൽ എന്താണ് ചെയ്യേണ്ടത് അറിയാതെ നമ്മൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ തപ്പാൻ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് കണ്ടത്. സാറ് കറക്റ്റായിട്ട് കൊണ്ട് നിർത്തി തപ്പാൻ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് റിവേഴ്സ് പോലും എടുക്കാൻ സാധിക്കാതെ വരുന്നത്. നിങ്ങളപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏത് സൈഡാണ് നമ്മൾ ചേർന്നത് ആ സൈഡിലെ മിറർ നോക്കി നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ട് എവിടെയാണോ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്
അവിടെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സും എടുക്കാൻ. വളവിന്റെ ഒരു കാര്യം പറയുന്നത്, നമ്മളൊരു വളവിനോട് വരുന്ന സമയത്ത് ഇപ്പം നമുക്കിപ്പോ ശേഷിയില്ല, അതായത് നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല. ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് സ്പീഡായിട്ട് പോകുന്നു. നിങ്ങൾ പിന്നെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സെക്കൻഡ് ഗിയർ ഇട്ടുണ്ട് ആ വളവ് തിരിയാൻ നിൽക്കരുത്. ആ ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ തന്നെ സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക. കാരണം ഈ ക്ലച്ചെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ക്ലച്ചെന്ന് പോയി കഴിഞ്ഞ് ക്ലച്ച് മുതലേ സ്പീഡാണ്, ക്ലച്ചിന് മുകളിലോട്ട് പോകും തോറും സ്പീഡ് കൂടുതലാണ്. അപ്പൊ ആക്സിലേറ്റർ എന്ന് പറഞ്ഞ സാധനം, ആക്സിലേറ്റർ സ്പീഡ് എന്ന് പറഞ്ഞ സാധനമാണ്, അത് കുറയ്ക്കാനേ പറ്റുകയില്ല. അപ്പൊ നമ്മൾ പലരും എന്ത് ചെയ്യും, ഈ ആ ക്ലച്ചെന്ന് എടുത്തിട്ട് ആക്സിലേറ്ററും കാല് വെച്ചുകൊണ്ട് ഈ വളവുകൾ തിരിക്കാൻ നോക്കുന്നു. ഒരു കാരണവശാലും നമ്മുടെ കൈ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ക്ലച്ചെന്ന് തന്നെ സ്പീഡാണ്, നമുക്ക് ആക്സിലേറ്ററിന്റെ അവിടെ ആവശ്യം വരുന്നില്ല. അപ്പൊ ക്ലച്ചെന്ന് സ്പീഡാണെങ്കിൽ നിങ്ങൾ ക്ലച്ചെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ. ഇപ്പൊ സാറ് സെക്കൻഡ് ഗിയറിലായതുകൊണ്ടും ആണെങ്കിലും എന്ത് ചെയ്തു, സാർ ആ ക്ലച്ചിൽ എന്ത് ചെയ്തു, അവിടെ വന്ന് സെറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ നമ്മൾ കൂടുതൽ ക്ലച്ച് വെട്ടിക്കഴിഞ്ഞാൽ അത് ന്യൂട്രലായി പോകും. ആ ക്ലച്ച് സെറ്റ് ചെയ്ത് വണ്ടി അനങ്ങാതെ വരുന്ന ക്ലച്ച് പതി എടുത്ത് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ടുരുണ്ട് ചെയ്യും. ഇതുപോലെ നമുക്ക് വണ്ടി നിർത്താതെ തന്നെ വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ കൈ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് തന്നെ വണ്ടി ഓടിക്കാം. ഇപ്പൊ ഇതൊക്കെ ഏറ്റവും വളവും തിരിവും എല്ലാം കൂടെ ഉള്ള വഴികളാണ്. അതുകൊണ്ടാണ് എല്ലാ ഗിയറുകളും ഇടാത്തത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമേ സാർ ഇപ്പൊ ഈ റോഡിൽ ഇരുന്നുള്ളൂ. കാരണം നമുക്ക് അതുപോലെ വളവും കയറ്റവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്, ചെറിയ റോഡും എല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് നമ്മളെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വണ്ടി എന്ത് ചെയ്യാം, നമ്മൾ ഓടിക്കുമ്പോൾ നമ്മളെ ഈ കൺട്രോൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എല്ലാ ഗിയറും വലിച്ചു വരി ഇടാതെ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കുറെ നമ്മൾ എന്ത് ചെയ്യാം ഓടിക്കുക. ക്ലച്ച് നമുക്ക് എടുക്കുമ്പോഴേ സ്പീഡാണെങ്കിൽ ക്ലച്ച് ഒരുപാട് എടുത്തോണ്ട് പോകാതെ കൃത്യമായിട്ട് തന്നെ ക്ലച്ച് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് വണ്ടി അടിച്ചു കഴിഞ്ഞാൽ ഏത് ചെറിയ റോഡിലും ഏത് വളവുകളിലും ഏത് സ്പേസ് കുറഞ്ഞ റോഡിലും നമുക്ക് എന്തായാലും ഒരു വാഹനം പോകുന്ന റോഡാണ്, കൃത്യമായിട്ട് അതിലൂടെ മറ്റുള്ളൊരു വാഹനം കൊണ്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് പേടി തോന്നാനുള്ള കാരണം നമുക്കത് നിയന്ത്രണം, ക്ലച്ചിന്റെ കൺട്രോളിന്റെ സ്പീഡ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വളവുകൾ ഇതുകൊണ്ടല്ലേ, ഇറക്കവും വളവുകളും എല്ലാം കൂടാണ്. അപ്പൊ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മുടെ കാലുകൾ കൃത്യമായിട്ട് ചെല്ലാത്തത് കൊണ്ടാണ് എന്ത് നമുക്ക് ഇതുപോലുള്ള സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് വളവുകൾ വരുന്ന സമയത്ത് നമുക്ക് പേടികൾ വരാനുള്ള കാരണം. അപ്പൊ വളവിലൂടെ വാഹനം ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും, ഞാനിപ്പോ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഈ വളവുകൾ കൂടുതലും ചെറിയ റോഡുകൾ ഇറക്കങ്ങളുള്ള സമയങ്ങളിൽ നിങ്ങൾ എല്ലാ ഗിയറുകളും ഇടാൻ നോക്കാതെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾ കുറെ ഒന്ന് ഓടിച്ച് ബാലൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ടോളൂ. അല്ലാതെ അവിടെ വരുന്ന ഫസ്റ്റ് സെക്കൻഡ് അവിടെ വരുമ്പോൾ ഏത് ഗിയർ ആണ്, അവിടെ വരുമ്പോൾ സ്റ്റിയറിംഗ് ആണോ തിരിക്കേണ്ടത്, അവിടെ വരുമ്പോൾ ക്ലച്ച് ഓടണോ ബ്രേക്ക് ഓടണോ, പിന്നെ ആസെട്ട് കൊടുക്കണോ, ആസെട്ട് കൊടുത്തില്ല കയറുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ മടിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതി തന്നെ ചെയ്താൽ, ഇപ്പൊ ഇത് ലൈവായിട്ട് തന്നെ ചെയ്ത് ഇത്രയും നേരം സാറിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചത് ഈ ചെറിയ റോഡുകൾ എടുപ്പിച്ചിട്ട് പോലും കണ്ടില്ല. ഞാൻ ഇതുവരെ അവര് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി കണ്ട് അവിടെ ഒരു വണ്ടി കിടക്കുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും അല്ലെങ്കിൽ ക്ലച്ച് തൊട്ട് ബ്രേക്ക് തൊട്ട് ഒന്നും പറയാത്തതിന്റെ കാരണം ഞാൻ ആ സാറിന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തത് കൊണ്ട് സാറ് തന്നെ ഇപ്പം എന്ത് ചെയ്യുക, വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആട്ടാം. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് ഇപ്പൊ ഈ വളവിലൂടെ വരുന്ന പല പല കാരണങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് നോക്കുക, ഫസ്റ്റ് ഗിയർ തന്നെ പോയി നിങ്ങൾ ആ സൈഡ് തന്നെ ചേർത്ത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടോ, അതേ തന്നെ സ്പീഡ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ക്ലച്ച് ഒന്ന് എടുത്തോണ്ട് പോകാം. പിന്നെ ആസിഡ് ഒരു കാരണത്തിലൂടെ വേണ്ട, നമുക്ക് ക്ലച്ച് തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്, പിന്നെ നമ്മൾ ഇതിന് ആസിഡ് കൊടുക്കുന്നത് ക്ലച്ച് തന്നെ മൂവ് ആവുന്നുണ്ട്, പിന്നെ നിങ്ങൾ ക്ലച്ച് തന്നെ എടുത്തോണ്ട് പോകാതെ ആ സ്പീഡ് കൂടുന്നതനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യുക, ക്ലച്ച് തന്നെ ഒന്ന് താങ്ങി സ്ലോ ചെയ്ത് കൊടുക്കുക. ക്ലച്ച് തന്നെ ചവിട്ടി സ്ലോ ചെയ്തുകൊണ്ട് പതുക്കെ വണ്ടി പിന്നെ സ്പീഡ് കൂടുന്നതനുസരിച്ച് താത്ത് കൊടുക്കുക, സ്പീഡ് കുറയുന്നതിനനുസരിച്ച് പതുക്കെ ക്ലച്ച് ഒന്ന് എടുത്തെടുത്ത് കൊടുക്കുക. അപ്പൊ വണ്ടി നിൽക്കാതെ തന്നെ, ഓഫ് ആകാതെ നിൽക്കാതെയും നമ്മുടെ കൺട്രോളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ ഒരു വാഹനം ഏത് വളവുകളിലൂടെയും നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അറിയാവുന്നവരാരും ഇത് കാണണമെന്നില്ല, കാരണം അറിയാവുന്നവർക്കെല്ലാം ഇത് അറിയാം. ഈ അറിയാത്തവർക്കാണ് പല സംശയങ്ങൾ ഉണ്ടാകുന്നത്, ഇന്നതെന്താണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പൊ പലരോടും ചോദിക്കാറുണ്ട് ഇതെന്നാ. അപ്പൊ പലരോടും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ പകരം. അറിയാത്തതുകൊണ്ടാണോ അവർ പലരും പല കാര്യങ്ങളും ചോദിക്കുന്നത്, എന്നാൽ അവരോട് ദേഷ്യപ്പെടുകയാണ്. അറിയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അറിയാവുന്നവരാരും നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ട് സമയം കളയേണ്ട കാര്യമില്ല. അറിയാത്തവർ കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് സംശയം, ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റായ്ക്കകത്ത് നിങ്ങൾ പലരുടെ മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ പലതിനും എനിക്ക് റീപ്ലൈ തരാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് അതിന്റെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അതുകൊണ്ട് നിങ്ങൾ
ഇൻസ്റ്റാ വഴി നിങ്ങൾ ഒരിക്കലും മെസ്സേജ് ഇട്ട് ചോദിക്കരുത്. നിങ്ങൾ എന്ത് സംശയങ്ങൾ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയം, അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യാം, നിങ്ങൾ എന്ത് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാന്നാണ് നമുക്ക് അത് യൂസ്ഫുൾ ആയത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ